നിറസന്തോഷത്തിന് പിന്നാലെ എത്തുന്ന മരണങ്ങൾ നമുക്കൊട്ടും സഹിക്കാനാകാത്ത വേർപാടിന്റെ വേദനയായിരിക്കും അത് സമ്മാനിക്കുക. അതുപോലെ തന്നെയാണ് നടനും മിമിക്രി കലാകാരനുമായ രഘു കളമശ്ശേരിയുടെ കാര്യത്തിലും സംഭവിച്ചത്. പുതുവർഷം പിറന്ന് 5-ാം നാൾ അദ്ദേഹത്തിന്റെ പിറന്നാളായിരുന്നു. ജനുവരി 5-ാം തീയതി. 63 വയസ്സ് പൂർത്തിയായ അച്ഛന്റെ സന്തോഷം ആഘോഷങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞതിനാൽ തന്നെ പ്ലം കേക്ക് മുറിച്ചാണ് ഭാര്യയും മക്കളും ആഘോഷിച്ചത്. പിന്നാലെയാണ് പൊടുന്നനെ അദ്ദേഹത്തിന്റെ ആരോഗ്യനില വഷളായതും കടവന്ത്ര ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതും. അവിടെ വിദഗ്ധ ചികിത്സയിൽ ഇരിക്കവെയാണ് അപ്രതീക്ഷിതമായി തന്നെ അദ്ദേഹത്തിന്റെ മരണവും സംഭവിച്ചത്. ഇക്കഴിഞ്ഞ നവംബർ മാസത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ 25-ാം വിവാഹ വാർഷികം. ഭാര്യയ്ക്കൊപ്പമുള്ള മനോഹരമായ ചിത്രങ്ങളും കുടുംബത്തിനൊപ്പമുള്ള ചിത്രങ്ങളുമെല്ലാം പതിവായി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്ന അദ്ദേഹത്തിന് കുടുംബത്തോടുള്ള സ്നേഹവും കരുതലുമെല്ലാം അതിൽ പ്രകടവുമായിരുന്നു. അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിതമായി സംഭവിച്ച രഘുവിന്റെ വിയോഗം കുടുംബത്തെ തകർത്തിരിക്കുകയാണ്. 3 മക്കളുടെ സ്നേഹനിധിയായ അച്ഛന് കണ്ണീരോടെയാണ് വീടും വീട്ടുകാരും നാട്ടുകാരുമെല്ലാം അന്ത്യയാത്ര ചൊല്ലുന്നതും. മിമിക്രി കലാകാരൻ എന്നതിലുപരി നേവൽ ബേസ് ജീവനക്കാരനും കൂടിയായ അദ്ദേഹത്തിന് 3 മക്കളും ഭാര്യയുമടങ്ങുന്ന കുടുംബമായിരുന്നു എല്ലാം. 2 പെൺമക്കളും ഏറ്റവും ഇളയ ആൺകുട്ടിയുമായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സ്വപ്നവും പ്രതീക്ഷയുമെല്ലാം. അവരെ പിരിഞ്ഞൊരു ജീവിതത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ചിന്തിക്കാൻ പോലും സാധിക്കുമായിരുന്നില്ല. കളമശ്ശേരിയിൽ ജനിച്ചു വളർന്ന രഘു അവിടെ തന്നെയാണ് കുടുംബസമേതം ജീവിച്ചത്. ഒരു മികച്ച കുടുംബനാഥൻ കൂടിയായിരുന്നു അദ്ദേഹം. രഘു ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന പ്രതീക്ഷ തന്നെയായിരുന്നു ഭാര്യയ്ക്കും മക്കൾക്കും വീട്ടുകാർക്കുമെല്ലാം ഉണ്ടായിരുന്നത്. എന്നാൽ അപ്രതീക്ഷിതമായാണ് ആരോഗ്യനില വഷളായതും മരണം സംഭവിച്ചതും. ഇതോടെ അച്ഛന്റെ വേർപാടിൽ തകർന്നിരിക്കുകയാണ് 3 മക്കളും. ഭർത്താവിന്റെ മരണം ഭാര്യയെയും ഏറെ തകർത്തിട്ടുണ്ട്. 4 പേരുടെയും പൊട്ടിക്കരച്ചിലുകൾ പ്രിയപ്പെട്ടവരുടെയെല്ലാം ചങ്കുലയ്ക്കുന്നതാണ്. അതേസമയം സുഹൃത്തുക്കളും കലാകാരന്മാരും ഉൾപ്പെടെ നിരവധി പേരാണ് സോഷ്യൽ മീഡിയ വഴി ആദരാഞ്ജലികൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിരവധി പേർ ആശ്വാസവാക്കുകളുമായി വീട്ടിലേക്കും എത്തുന്നുണ്ട്. ഒരു കാലത്ത് മലയാള മിമിക്രി വേദികളിലെ സജീവ സാന്നിധ്യമായിരുന്നു രഘു. കലാഭവൻ, ഹരിശ്രീ തുടങ്ങിയ പ്രമുഖ ട്രൂപ്പുകളിലെല്ലാം അദ്ദേഹം അംഗമായി പ്രവർത്തിച്ചിട്ടുണ്ട്. നിരവധി മലയാള സിനിമകളിലും താരം വേഷമിട്ടു. നിരവധി സ്റ്റേജ് ഷോകളിലൂടെ ഉമ്മൻചാണ്ടിയുടെ അപരനായിട്ടാണ് അദ്ദേഹം ശ്രദ്ധ നേടിയത്. PS രഘു എന്നാണ് രഘു കളമശ്ശേരിയുടെ യഥാർത്ഥ പേര്. കളമശ്ശേരി നേവൽ ബേസിലെ ഉദ്യോഗസ്ഥനായിട്ടായിരുന്നു ജോലി ചെയ്തിരുന്നത്. ഏഷ്യാനെറ്റിൽ ഒരു കാലത്ത് തരംഗം തീർത്ത കോമഡി പ്രോഗ്രാമായിരുന്നു സിനിമാല. അതിലൂടെയും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അപരനായുമെല്ലാം ശ്രദ്ധ നേടിയ രഘുവിന്റെ മരണം ഇന്ന് രാവിലെയാണ് സംഭവിച്ചത്. കടവന്ത്ര ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. പെട്ടെന്നുള്ള അസുഖബാധയെ തുടർന്നായിരുന്നു അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.